എൻസൈക്ലോ വിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പദ്ധതി നിർത്തലാക്കില്ല എങ്കിലും അടുത്ത വിതരണത്തിന് മുൻപായിട്ട് അനർഹമായിട്ട് ഉൾപ്പെടുത്തിയവരെ പുറത്താക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിൽ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഭാവി സംബന്ധിച്ച ആശങ്കകൾക്ക് നിലവിലെ വ്യക്തത വന്നിരിക്കുകയാണ്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം തന്നെ CPM ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ചേർന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകിയെന്നും ഇതൊന്നും പരിശോധിക്കാതെ പദ്ധതി ഇനി തുടരുവാനാകില്ല എന്നും നിയമസഭയിലെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. നടപടിക്രമം പാലിക്കാതെ തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് സ്ത്രീകളെ പറ്റിക്കുവാൻ നടപ്പിലാക്കിയ പദ്ധതിയാണെന്നും 10 വർഷം ഭരിച്ചവർക്ക് സ്ത്രീകളോട് സ്നേഹമുണ്ടായത് തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കിട്ടിയപ്പോഴാണോ എന്നും ഗുണഭോക്താക്കൾ അർഹരാണോ എന്ന് കണ്ടെത്തുവാൻ പരിശോധനയും മറ്റും നടന്നിട്ടില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. 31 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ നൽകുവാൻ തീരുമാനിച്ചുവെങ്കിലും പിന്നീട് 16 ലക്ഷമായിട്ട് കുറച്ചുവെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം UDF-ഉം LDF-ഉം ഉൾപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയതെന്നാണ് നോട്ടീസ് അവതരിപ്പിച്ച AC മൊയ്തീൻ MLA ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അതത് BPL വിഭാഗത്തിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിലെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പെൻഷൻ പദ്ധതി പ്രകാരം മാസം 1000 രൂപ ആനുകൂല്യം ലഭിക്കുന്നത്. സർക്കാർ ജോലിയും മറ്റ് ക്ഷേമ പെൻഷനുകളും ലഭിക്കാത്തവരെന്ന നിബന്ധന ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിലും ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന പല സ്ത്രീകൾക്കും വലിയ ശമ്പളമുള്ള സ്വകാര്യ ജോലികൾ ഉണ്ടെന്നുള്ള ചില ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം പേർക്കും ഈ ഒരു ആനുകൂല്യമുണ്ട്. ഒരു റേഷൻ കാർഡിൽ എത്ര പേർക്ക് നൽകും എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഒന്നും നിലവിൽ ഈ ഒരു പദ്ധതിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇക്കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് BPL വിഭാഗത്തിൽപ്പെട്ടവരാണ് എങ്കിലും സാമ്പത്തികമായിട്ട് ദുർബലരായിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഇനി ഈ ഒരു പദ്ധതിയിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അർഹതാ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കേവലം 2 മാസം മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം സംസ്ഥാനത്ത് വിതരണം ചെയ്തത്. നിലവിലെ സർക്കാർ ഈ ഒരു പദ്ധതിയുടെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അർഹതാ മാനദണ്ഡങ്ങളിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തി വീണ്ടും ആനുകൂല്യം വിതരണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു പദ്ധതി വേണ്ടെന്ന് വച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പലതവണ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 1-2 മാസം കൂടി ആനുകൂല്യ വിതരണം ഉണ്ടാകുമെന്ന് തോന്നുന്നതല്ല. അതിനുള്ളിൽ തന്നെ പദ്ധതിക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി ആനുകൂല്യം വീണ്ടും നടപ്പിലാക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.